സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഭേദിച്ചിരുന്നു. ന്യൂയോർക്കിൽ സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഔൺസിന് $3065.09 എന്ന ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 90,450 രൂപയായും 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 82,910 രൂപയായും ഉയർന്നു. തുടർച്ചയായി മൂന്നാം ദിവസം വില ഉയർന്ന് വ്യാഴാഴ്ച 10 ഗ്രാമിന് 89,796 രൂപ നിരക്കിലായിരുന്നു സ്വർണം വ്യാപാരം നടത്തിയിരുന്നത്. കഴിഞ്ഞ ആഴ്ച ആഗോളതലത്തിൽ സ്വർണത്തിന്റെ വില ആദ്യമായ ഔൺസിന് $3000 കവിഞ്ഞു. സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സമയത്ത് നിക്ഷേപകർ ഓഹരികൾ പോലുള്ള അസ്ഥിരമായ ആസ്തികളിൽ നിന്ന് സ്വർണത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ സുരക്ഷിതമായ ആസ്തി എന്ന ഖ്യാതി സ്വർണം ഓരോ ദിവസവും മെച്ചപ്പെടുത്തുകയാണ്. സാമ്പത്തിക ആസൂത്രകനും സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഗവേഷണ വിശകലന വിദഗ്ധനുമായ AK മന്ദൻ സ്വർണ്ണ നിക്ഷേപം എല്ലായ്പ്പോഴും മികച്ച വരുമാനം നൽകിയിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 1990-ൽ 1 കിലോ സ്വർണത്തിന്റെ വില മാരുതി 800ന്റെ വിലയ്ക്ക് തുല്യമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2000-ൽ 1 കിലോ സ്വർണത്തിന്റെ വില മാരുതി എസ്റ്റീമിന് തുല്യമായിരുന്നു. 2005-ൽ അത് ടാറ്റ ഇന്നോവയ്ക്ക് തുല്യമായിരുന്നു. 2010 ആയപ്പോഴേക്കും 1 കിലോ സ്വർണത്തിന്റെ മൂല്യം ഫോർഡ് ഫോർച്യൂണറിന് തുല്യമായി. 2019-ൽ അതൊരു BMW X1ന്റെ മൂല്യത്തിലെത്തി. കാലക്രമേണ സ്വർണത്തിന്റെ മൂല്യം ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഇത് തെളിയിക്കുന്നതെന്നും മന്ദൻ അഭിപ്രായപ്പെട്ടു. 2040 വരെ 1 കിലോ സ്വർണം സൂക്ഷിക്കാനായാൽ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025-ൽ സ്വർണം എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയത് 16 തവണയാണ്. 4 തവണ ഔൺസിന് $3000 എന്ന നിരക്ക് കവിഞ്ഞു. വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ, ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾ, US ഡോളറിന്റെ മൂല്യം കുറയ്ക്കുന്നത്, പ്രതീക്ഷിക്കുന്ന പലിശ നിരക്ക് കുറയ്ക്കൽ എന്നിവ കാരണം സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ സ്വർണം മുകളിലേക്ക് പോകുന്ന പ്രവണത തുടരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ S&P 500 സൂചികയിലെ 11% ഓഹരികൾക്ക് മാത്രമേ സ്വർണത്തെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. UK-യിലും ജപ്പാനിലും ഇത് വെറും 1% മാത്രമാണ്. ഇന്ത്യൻ ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും സ്വർണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. ഈ കാലയളവിൽ NSE 500 സൂചികയിലെ ഏകദേശം 57% ഓഹരികളും സ്വർണത്തിന്റെ പ്രകടനം മോശമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ സ്വർണം 12.55% വാർഷിക വരുമാനം നേടി. BSE സെൻസെക്സ് നേട്ടമായ 10.73%-ത്തേക്കാൾ മുന്നിലാണിത്. സ്വർണത്തിന്റെ പ്രകടനം മറികടക്കുക എന്നത് ഓഹരി വിപണിക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.